ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഒരു 2 കളർ ത്രെഡ് മാത്രം മതി. ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ്. പിന്നെ ഒരു പെൻസിലിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് എവിടെയാണോ ആവശ്യം അവിടെ ഒന്ന് ഡോട്ട് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആദ്യം സൂചി ഇതുപോലെ ഒന്ന് കുത്തി മുകളിലോട്ട് എടുത്തിട്ട് ഒരു പെൻസിൽ വെച്ചിട്ട് പെൻസിലിൻ്റെ അടുത്ത ഭാഗത്തോട്ട് ആ സൂചി ഒന്ന് താഴ്ത്തി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ 4 വട്ടം ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 7ഓ 8ഓ നമ്പറുള്ള സൂചി ഉപയോഗിച്ചിട്ട് ഈ ഒരു ത്രെഡ് കോർത്തെടുക്കാൻ പറ്റും. നൂല് കോർത്തെടുത്ത ശേഷം 2 തുമ്മും കൂടി ഒരുമിച്ച് കെട്ടിട്ടതിന് ശേഷമാണ് എംബ്രോയ്ഡറി ചെയ്തെടുക്കുന്നത്. ആദ്യം 4 പ്രാവശ്യമാണ് റെഡ് കളർ നൂല് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ അടുത്തത് ഗ്രീൻ കളർ നൂല് 2 പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ പെൻസിൽ ഒന്ന് ഉരുമാറ്റുക. പിന്നീട് സൂചി അകത്തുകൂടി എടുത്ത് ഇതുപോലെ അകത്തുകൂടി എടുത്ത് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പൂവ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് കുറച്ച് അകലത്തിൽ ഇതുപോലൊരു സ്റ്റെമ്മിൻ്റെ രൂപത്തിൽ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇത് ലീഫിന് വേണ്ടിയിട്ട് ലേസി ഡേസിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലേസി ഡേസി എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കാരണം മിക്കവാറും എല്ലാ വീഡിയോസിലും ലേസി ഡേസി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ ഇത് തന്നെയാണോ ഭംഗി, അതോ കുറച്ച് ഞാനൊരു ബീഡ്സും കൂടി അതിലോട്ടൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.